നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ സൽമാബാദിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നിരവധി പേരെ ഒഴിപ്പിച്ചു. പ്രദേശത്തെ 4 കെട്ടിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം തീ പിടിച്ചത്. ഒരു ഗ്യാരേജ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് ആദ്യം തീ പിടിച്ചതെന്നാണ് സൂചന. പ്രദേശത്ത് ഏറെ നേരം കനത്ത പുക നിറഞ്ഞിരുന്നു. ഗ്യാരേജിൽ ഉണ്ടായിരുന്ന 9 ആഡംബര വാഹനങ്ങൾ കത്തിനശിച്ചു. സമീപത്തെ ഒരു ബേക്കറിയിലേക്കും അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിലേക്കും തീ പടർന്നു. അഗ്നിശമന സേന 4 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. 11 ഫയർ എഞ്ചിനുകളും 57 ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. പോലീസ്, പട്രോൾ, ആംബുലൻസ് സംഘങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതടക്കം സംഭവത്തെക്കുറിച്ച് അധികൃതർ വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30ഓടെയാണ് തീപിടുത്തം തുടങ്ങിയതെന്ന് പരിസരത്തുണ്ടായിരുന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞു. സമീപത്തെ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നവരെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഒഴിപ്പിച്ചു. ആഡംബര വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തിയിരുന്ന ഗ്യാരേജിലാണ് തീ ആദ്യം പടർന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അതേസമയം താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റ മലയാളി ഗുരുതരാവസ്ഥയിൽ. UAE-യിലെ ഉമ്മുൽ ഖുവൈനിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം നടന്നത്. ചെങ്ങന്നൂർ സ്വദേശി അനിൽ നൈനാൻ, ഭാര്യ നീനു എന്നിവരാണ് അബുദാബി മഫ്രത്ത് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അനിൽ നൈനാന് 90% പൊള്ളലേറ്റതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭാര്യ നീനുവും ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ്. എന്നാൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നീനുവിന് 10% പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ബന്ധുക്കളെ ഉദ്ധരിച്ച് ഖലീജ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.